ഇന്ത്യൻ വാഹന വിപണി ഏറെ നാളായി കാത്തിരുന്ന മോഡലായിരുന്നു മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായ ഈ വിറ്റാര. കാറിന്റെ വില പ്രഖ്യാപിച്ച് കമ്പനി കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വിലയും മറ്റു കാര്യങ്ങളും ഇതിനോടകം ചർച്ചയായിരിക്കുകയാണ്. ബാറ്ററി ആസ് എ സർവീസ് ഉടമസ്ഥാവകാശ കരാറുമായി എത്തിയ മോഡലിന് 10.99 ലക്ഷം രൂപയാണ് പ്രാരംഭ വില വരുന്നത്. വാടക അടിസ്ഥാനത്തിൽ ബാറ്ററി വാങ്ങുന്നവർക്ക് ഒരു EV വാങ്ങുമ്പോഴുണ്ടാകുന്ന പ്രാരംഭ ചെലവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബാസ് സംവിധാനം. പകരം EV ഓടിക്കുന്ന ഓരോ കിലോമീറ്ററിനും ഉപഭോക്താക്കൾ 3.99 രൂപ അധികമായി നൽകേണ്ടി വരുമെന്ന് മാത്രം. ഡെൽറ്റ ട്രിമിലെ 49 kWh ബാറ്ററി പാക്കിന്റെ പ്രാരംഭ വിലയാണിത്. ഒരു EVയുടെ ഏറ്റവും ചെലവേറിയ ഘടകങ്ങളിലൊന്ന് ബാറ്ററിയാണ്. ബാറ്ററിയുടെ വില ഒഴിവാക്കുന്നതോടെ EV വാങ്ങാനുള്ള പ്രാരംഭ ചെലവ് ഗണ്യമായി കുറയുന്ന ഈ സംരംഭം MGയിലൂടെ പലർക്കും പരിചിതമായിട്ടുണ്ട്. പക്ഷേ ഓടിക്കുന്ന കിലോമീറ്ററിന് അധിക പൈസ കൊടുക്കാൻ മടിയുള്ളവർക്ക് ഈ വിറ്റാരയിലെ ബാറ്ററി വാഹനത്തിനൊപ്പം സ്വന്തമായി വാങ്ങാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വിറ്റാര വാങ്ങാൻ എത്ര രൂപ ചെലവ് വരുമെന്ന കാര്യവും മാരുതി സുസുക്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് ഡെൽറ്റ 49 kWh ബാറ്ററി പതിപ്പിന് 15.99 ലക്ഷവും, സീറ്റ 61 kWh വേരിയന്റിന് 17.49 ലക്ഷവും, ആൽഫ 61 kWh വേരിയന്റിന് 19.79 ലക്ഷവുമാണ് വില വരുന്നത്. ഇനി ആൽഫ 61 kWh ഡ്യുവൽ ടോൺ ആണ് വേണ്ടതെങ്കിൽ വില 20.01 ലക്ഷം മുടക്കേണ്ടി വരും. എങ്കിലും 3 വർഷത്തിന് ശേഷം 60% ഉറപ്പായ ബൈബാക്ക്, സൗജന്യ ഹോം ചാർജർ ഇൻസ്റ്റാളേഷൻ, 1 വർഷത്തെ സൗജന്യ പബ്ലിക് ചാർജിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ഉടമസ്ഥാവകാശ ആനുകൂല്യങ്ങളോടെയാണ് ഈ വിറ്റാര വരുന്നതെന്നത് മാരുതി സുസുക്കിക്ക് ഗുണം ചെയ്യും. മാരുതിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡീലർഷിപ്പുകളിലെ പബ്ലിക് ചാർജിംഗ് സൗകര്യം 1 വർഷത്തേക്ക് സൗജന്യമായി ഉപയോഗിക്കാം. അധിക ചെലവിൽ മാരുതി സുസുക്കിയുടെ ആദ്യത്തെ EVക്ക് 5 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറന്റി ലഭിക്കും. മാരുതിയുടെ E4Me ആപ്പ് വഴി 1 വർഷത്തേക്ക് സൗജന്യ ചാർജിങ്ങിനൊപ്പം സൗജന്യ ഹോം ചാർജിംഗ് ഇൻസ്റ്റാളേഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 49 kWh, 61 kWh എന്നിങ്ങനെ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഈ വിറ്റാര അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉയർന്ന വേരിയന്റിന് 543 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഏകദേശം 440 കിലോമീറ്ററാണ് ചെറിയ ബാറ്ററി പാക്കിന്റെ ARAI ക്ലെയിംഡ് റേഞ്ച്. വിവിധ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനായി നോർമൽ, ഇക്കോ, സ്പോർട്ട് മോഡുകളും ഇലക്ട്രിക് SUVയിൽ മാരുതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി സമർപ്പിതമായ ഹാർടെക്ട് സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചറാണ് ഈ വിറ്റാര പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചാർജിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 49 kWh, 61 kWh ബാറ്ററി പാക്കുകൾക്ക് യഥാക്രമം 6.5 മണിക്കൂറിനുള്ളിൽ 7.4 kW ചാർജർ ഉപയോഗിച്ച് 10 മുതൽ 80% ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് മാരുതി സുസുക്കി പറയുന്നു. 70 kW വരെ വേഗത പിന്തുണയ്ക്കുന്ന ഫാസ്റ്റ് DC ചാർജർ വഴിയാണെങ്കിൽ ബാറ്ററി 45 മിനിറ്റിനുള്ളിൽ 10 മുതൽ 80% ചാർജ് ചെയ്യാനാകുന്നതാണ്.